ഹലോ, എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ടീച്ചേഴ്സ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ കാർഡാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് വൈറ്റ് കളർ ചാർട്ട് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. A4 ഷീറ്റിൻ്റെ സൈസിലുള്ള പേപ്പർ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. എല്ലാ അളവുകളും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതുപോലൊരു റെഡ് കളർ പേപ്പർ ആവശ്യമുണ്ട്. ഞാനിവിടെ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പേപ്പർ എടുത്താലും മതി. ഇനി നമുക്ക് ഇതുപോലൊരു പേപ്പർ വേണം. ഞാനിവിടെ ഗ്ലിറ്ററുള്ള പേപ്പർ എടുത്തുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള കാരണം എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സാധാരണ പേപ്പർ എടുത്താലും മതി. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. നമ്മളൊരു റൂൾ പെൻസിലിൻ്റെ പോലെയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോണത്. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ കണ്ടില്ലേ, ഇതുപോലൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ലൈറ്റ് പിങ്ക് കളറോ അല്ലെങ്കിൽ സ്കിൻ കളറോ ആയിട്ടുള്ള പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് വേണ്ടത് ബ്ലാക്ക് കളർ പേപ്പറാണ്. ഇതുപോലെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു ഗോൾഡൻ യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മുടെ റൂൾ പെൻസിൽ പോലെ തോന്നാനായിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ചരിച്ചങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിൽ ഇതുപോലൊന്ന് വളച്ചും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ റൂൾ പെൻസിലിൻ്റെ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്കെയിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ കളർ പേപ്പറാണ്. ഇഷ്ടമുള്ള കളർ പേപ്പർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ വരച്ച് നമ്പേഴ്സ് എഴുതി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ പെൻസിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ മുകളിലേക്കോ താഴേക്കൊക്കെ വെച്ചിട്ട് ചെരിച്ച് വെച്ചിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളൊരു കുഞ്ഞു ബുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് നോട്ട്ബുക്കിൻ്റെ ഉള്ളിലത്തെ തന്നെ കുറച്ച് പീസ് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നടുഭാഗത്തായി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പേജുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബുക്കിൻ്റെ കവർ. ഇതിൻ്റെയും നടുക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബുക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ കാർഡിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളെ നോട്ട് ബുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഓറഞ്ച് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ആപ്പിളോ മാംഗോ ഇഷ്ടമുള്ളത് എടുക്കാം, ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലീഫും റൗണ്ട് ഷേപ്പിൽ ഓറഞ്ചും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ കളറുള്ള പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഈ കാർഡിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ബോർഡാണ്. അതിനായിട്ട് ഇതുപോലൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബ്ലാക്ക് കളർ പേപ്പർ ആവശ്യമുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ മെഷർമെൻറ്റ്സും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ച് അളവുകളൊക്കെ എഴുതിയെടുത്ത് ആ രീതിയിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കി നോക്കും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. കാർഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന സൈഡിൽ ആ സൈഡിൽ മുകളിലായിട്ട് നടുക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേബിളാണ്. അപ്പോൾ ഡാർക്ക് ബ്രൗൺ കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് എടുക്കാവുന്നതാണ്. എൻ്റെ അടുത്തിപ്പോൾ ഈ കളറേ ഉള്ളൂ. അത് കാരണം ഞാനിത് എടുക്കുകയാണ്. ഇതിങ്ങനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഈ രീതിയിലാണ് ഉണ്ടാവുക. സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം, അതുപോലെ തന്നെ താഴെയും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു 0.5 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മളിത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ഒരേ അളവിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഈ ഫോൾഡ് വന്ന കാരണം നമുക്ക് ഈസി ആയിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഫോൾഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് സൈഡിലും അതുപോലെ തന്നെ താഴെയും ഒട്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാനിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും 4 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യാണ് കേട്ടോ. രണ്ട് സൈഡിലും 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഈ നടുക്കിലുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്.
ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതാ ആ നടുക്കിലത്തെ പോർഷനില്ലേ അത് നമുക്ക് ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടില്ലേ? ഇനി നമുക്കിത് ടേബിൾ പോലെ തോന്നാനായിട്ട് ഇതാ ഞാനിത് സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ആ രീതിയിൽ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ചെയർ വേണം. ചെയറിൻ്റെ മുഴുവൻ ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല, മുകൾ ഭാഗം മാത്രമേ വേണ്ടൂ. അതിനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ താഴെ കുറച്ച് വീതി കുറവും മുകളിലേക്ക് ചെല്ലും തോറും കുറച്ച് വീതിയിലും നമ്മളുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ നടുക്കിലായിട്ട് ഇതിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു ചെറിയ പോർഷൻ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ കാണുന്ന നമ്മൾ ഫോൾഡ് ചെയ്തിട്ടില്ലേ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചെയർ ഇതിൻ്റെ നടുക്കിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വൈറ്റ് കളർ പേപ്പറില്ലേ കാർഡ്, ആ കാർഡിൽ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് രണ്ട് പേപ്പറിൻ്റെയും കറക്റ്റ് നടുക്ക് കണ്ടില്ല, നടുഭാഗം രണ്ടും ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ടേബിളിൻ്റെ വേണ്ടി എടുത്തിട്ടുള്ള പേപ്പറിൽ അതിൻ്റെ നടുഭാഗവും അതുപോലെ വൈറ്റ് കളർ ചാർട്ട് പേപ്പറിൻ്റെ നടുഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ കാർഡ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ വെച്ച് നന്നായി ഒട്ടിയതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇനി ഈ ടേബിളിൻ്റെ മുകളിലായിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ച് വയ്ക്കുകയാണ്. അതിനായിട്ട് നോട്ട്ബുക്കിൽ നിന്നാണ് ഞാൻ 2-3 പീസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഓരോന്നായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി പെൻസിലും പെന്നൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോക്സ് പോലെ തോന്നാനായിട്ട് റെഡ് കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഈ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് പെൻസിലും പെന്നൊക്കെ ഞാനിവിടെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ കാർഡിലായിട്ട് കുറച്ച് സ്പേസൊക്കെ അവിടെ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പേഴ്സോ ലെറ്റേഴ്സോ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമ്പേഴ്സും ലെറ്റേഴ്സൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന് പറയാം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. താങ്ക്